ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വാഗമൺ കാണാൻ പോയാലോ? അതെ, ഇന്ന് ഞങ്ങൾ വാഗമൺ വരെ പോകുവാണേ. അപ്പോൾ ഏലപ്പാറയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള യാത്രയിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിശപ്പായി. ഞാനപ്പോൾ ഒരു ബേക്കറിയിൽ നിന്ന് മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒരു ഡ്രിങ്കും പിന്നെ ഒരു പിസയും ഒരു ബോണ്ടയും വാങ്ങിയിട്ടോ. എനിക്ക് പിസയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ അത് വാങ്ങിച്ചു, ചേട്ടന് വേണ്ടി ഒരു ബോണ്ടയും വാങ്ങിച്ചു. നല്ല കുഞ്ഞു പിസയായിരുന്നു കേട്ടോ. ഞാൻ ആ കടയിൽ കയറിയ സമയത്ത് അങ്ങോട്ട് അവർ കടയിലേക്ക് കൊണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചൂടോടുകൂടി നല്ല പിസ കിട്ടി. ഇപ്പം ഞങ്ങൾ ചപ്പാത്തിലെത്താറായി. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ റോഡിൽ കൂടെ പറക്കാം, അതേപോലെ ആയേ. പക്ഷേ ആരും പറക്കരുത്. ഇത്ര നല്ല റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സ്പീഡിലൊക്കെ ഓടിക്കാൻ തോന്നുമല്ലോ. പക്ഷേ അങ്ങനെ ഓടിക്കരുത്. നല്ല ലിമിറ്റഡ് സ്പീഡിൽ എല്ലാവരും വണ്ടി ഓടിക്കുക. ഏലപ്പാറയ്ക്ക് തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് ഇത്. നമ്മളിപ്പോൾ ടൗണിലേക്ക് എത്താറായി. അപ്പോൾ അതിന് മുമ്പുള്ള കാഴ്ചകളായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി പതുക്കെ സ്ലോ ചെയ്തപ്പോൾ അവന്മാർ നമ്മുടെ അടുത്തേക്ക് ഓടി വരുമായിരുന്നേ. ഇപ്പം നമ്മൾ ഏലപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഏലപ്പാറ ടൗൺ വരുന്നത്. ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത്. ഏലപ്പാറയിൽ ഞായറാഴ്ചയാണ് ചന്ത ദിവസം. അപ്പോൾ ഈ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരും എല്ലാവരും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഇറങ്ങുന്നത് ഈ ഞായറാഴ്ച ദിവസമാണ്. അന്നാണല്ലോ അവർക്ക് അവധി. അപ്പോൾ അതുകൊണ്ട് ഏലപ്പാറയിൽ എല്ലാ കടകളും ഞായറാഴ്ച ദിവസം വർക്കിംഗ് ആയിരിക്കും. നല്ല തിരക്കുമായിരിക്കും കേട്ടോ. ഒരു അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഏലപ്പാറ ടൗണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു ടൗണും കൂടിയാണേ. ടൗണിൽ പാർട്ടിയുടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പ്രസംഗമൊക്കെ കാണായിരുന്നു. കുറേ പോലീസുകാരൊക്കെ അതുകൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഏലപ്പാറ സ്റ്റാൻഡ് വരുന്നത്. സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെയായിരുന്നു എന്തോ പാർട്ടി പരിപാടി നടന്നുകൊണ്ടിരുന്നത്. ഏലപ്പാറയിൽ നിന്നും നമ്മൾ വാഗമൺ റൂട്ടിലാണ് പോകുന്നത്. ഈ റൂട്ടിൽ ഞാൻ ഇതിനു മുന്നേ പോയി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് പോകുന്നത്. ഞാനും ചേട്ടനും ഇതിനു മുന്നേ പോയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ മനോഹരമായ ഒരു സ്ഥലമാണ് ഏലപ്പാറയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഭയങ്കര ഹൈറ്റിലിരിക്കുന്നു, ചേട്ടൻ താന്നിരിക്കുന്നു. സീറ്റ് എന്തോ പൊങ്ങിയായിരുന്നേന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തലയൊക്കെ താത്തി വെച്ച് നോക്കുന്നതാണ്, ഇതെന്നാ ഞാനിങ്ങനെ പൊങ്ങിയിരിക്കുന്നതെന്നൊക്കെ. ഇപ്പോൾ നമ്മൾ വാഗമൺ റൂട്ടിലേക്ക് കടന്നു. ഏലപ്പാറയിൽ നിന്ന് വാഗമൺ പോകുന്ന വഴിയാണ് ഇത്. ടൈഫോയിഡ് ടീ എസ്റ്റേറ്റ് ആണ് ഇത്. വളരെ മനോഹരമായ ഒരു ടീ എസ്റ്റേറ്റ് ആണ് ടൈഫോയിഡ് ടീ എസ്റ്റേറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നിരവധി റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള പല റിസോർട്ടുകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ DTPCയുടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞങ്ങളപ്പോൾ നേരെ വാഗമൺ റൂട്ട് പിടിച്ചു കേട്ടോ. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ശാന്തതയിലാണ് നമ്മൾ ഈ കാണുന്ന ടൈഫോയിഡ് ടീ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്കിടയിൽ 1255 ഹെക്ടറിലധികം വിസ്തൃതിയിലാണ് ഈ ടൈഫോയിഡ് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്.
1860 കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന അതിമനോഹരമായ ടീ എസ്റ്റേറ്റ് തുടക്കം കുറിക്കുന്നത്. 1915 ടൈഫോയിഡ് ഏറ്റെടുത്ത് ഒരു കമ്പനിയായി സ്ഥാപിച്ചത് ഹെൻറി ബേക്കർ എന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. പിന്നീട് 1993 അംബാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപകനും മികച്ച ദർശകനുമായ മിസ്റ്റർ M.A. എബ്രഹാം ടൈഫോയിഡിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ ഒരു ടീ എസ്റ്റേറ്റ് ആക്കി മാറ്റാം എന്ന ലക്ഷ്യത്തോടെ ഈ മാനേജ്മെന്റിനെ ഏറ്റെടുത്തു. ഇതാണ് ടൈഫോയിഡ് എസ്റ്റേറ്റിന്റെ ചരിത്രം. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? നിറയെ തേയിലത്തോട്ടങ്ങളും മലകളും കുന്നുകളും നല്ല മനോഹരമായ റോഡുകളും. ഇതിലൂടെ ഒരിക്കലെങ്കിലും വരണം കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ റൂട്ടിൽ. നിങ്ങൾ വാഗമൺ വരാത്തവരാരും ഉണ്ടാകത്തില്ലല്ലോ, വളരെ ചുരുക്കം പേരൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ വാഗമൺ വരുമ്പോൾ നിങ്ങൾ വാഗമണ്ണിൽ നിന്നും ഏലപ്പാറ റൂട്ടൊന്ന് വന്ന് നോക്കണം. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ എസ്റ്റേറ്റിൻ്റെ. ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. അത്രയ്ക്ക് മനോഹരമാണ്. കുറച്ച് മഞ്ഞും കോടയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി വൈബാണ്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കാലാവസ്ഥ മൂടി നിൽക്കുകയും കൂടി ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ കടകളുടെ അടുത്ത് ആൾക്കാരൊക്കെ നിർത്തുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ നല്ലതല്ലേ. ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങളും ഒന്ന് വണ്ടി നിർത്തി. നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ തന്നെയാട്ടോ വണ്ടി നിർത്തിയത്. നിറയെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ശരിക്കും ഹൈ റേഞ്ച്, ചിലർ പറയും ഹൈ റേഞ്ച് പട്ടിക്കാടാണ്, മലമൂടാണ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടുത്തെ സൗന്ദര്യം വേറൊരിടത്തും കിട്ടത്തില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഇടുക്കി. ഇടുക്കിയിൽ ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് പറയുമല്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഇടുക്കി. ഇപ്പോൾ ഏകദേശം നമ്മൾ വാഗമൺ എത്താറായിട്ടുണ്ട്. അവിടെ എത്താറായപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചതിച്ചു തുടങ്ങി കേട്ടോ. കർക്കിടക മാസത്തിൽ വെയിൽ പ്രതീക്ഷിച്ച് നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ. എപ്പോൾ വേണേ മഴയും പെയ്യാം. അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് തൂളി തുടങ്ങി. അന്തരീക്ഷമൊക്കെ മൂടി വന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടം തൊട്ട് വീഡിയോയ്ക്ക് കുറച്ച് ലൈറ്റിംഗ് പ്രശ്നം വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നല്ല മഞ്ഞു ആയേ. ഈ ഭാഗത്ത് കൃഷി അങ്ങനെ നോക്കുന്നില്ല എന്ന് തോന്നുന്നു. നിറയെ കാട് പോലെയൊക്കെ കിടക്കുവാണ് ഈ പ്രദേശമൊക്കെ. ഇപ്പോൾ റംബൂട്ടാന്റെ സീസൺ അല്ലേ. എല്ലായിടത്തും റംബൂട്ടാനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ റേഞ്ചിൽ റംബൂട്ടാൻ മരങ്ങൾ അങ്ങനെ കാണാറില്ല കേട്ടോ. നാട്ടുമ്പുറത്തേക്കാണെന്ന് തോന്നുന്നു കൂടുതൽ. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ഇറങ്ങിയില്ല, നേരെ വാഗമണ്ണിലേക്ക് പോകുവാണേ.
ഈ നിറയെ പുൽത്തകിടിയായിട്ട് കിടക്കുന്ന സ്ഥലം പണ്ട് ബ്രിട്ടീഷുകാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് പുല്ലൊക്കെ നട്ട് വളർത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. കുതിരസവാരിയൊക്കെ നടന്നിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൈൻ വാലിയും വരുന്നത്. ഇവിടെയാണ് പൈൻ വാലി. ആ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പൈൻ വാലിയിൽ ഇറങ്ങിയില്ല. നിറയെ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. രാവിലെ എന്നാൽ അത്ര മഴയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയാണെങ്കിലും നിറയെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസവും പബ്ലിക് ഹോളിഡേയ്സിലും എല്ലാം നല്ല തിരക്കാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് പോയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. കട്ടപ്പനയിൽ അന്നത്തെ ദിവസം പകൽ അങ്ങനെ മഴയും പെയ്തില്ല. ഞങ്ങൾ തിരിച്ച് കട്ടപ്പന എത്തിയപ്പോഴാണ് മഴ പെയ്തത്. ഇപ്പം ഞങ്ങൾ മൊട്ടക്കുന്ന് കാണാനായിട്ട് പോകുക. അപ്പോൾ മഴ കുറച്ച് കുറയുവാണെങ്കിൽ മൊട്ടക്കുന്നിലൊന്ന് ഇറങ്ങാമെന്ന് ഓർത്താണ് പോകുന്നത്. അപ്പോൾ നോക്കാം മഴ കുറയുമോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേ. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ.